presence and inviting universal praise for the redemption he brought, declaring him the true reason for the season. This song is a declaration of faith focusing on his reign and power to bring peace and healing. On a holy night in Bethlehem, the long-awaited Savior was born, bringing light into the darkness and hope to the world. Beneath the radiant stars, angels proclaimed good news of great joy, and creation rejoiced at the coming of Christ who came to take away our sins. Reflecting the tenderness and wonder of the sacred moment, the Trinity Marthama Church Malayalam Choir will now present a gentle lullaby, E Ravil, E Pun Nilavil, with lyrics by Elu Elsa Kurian and music and harmony by Ruben Philip Abraham.
It's a beautiful composition by Mr. M. Thomas Thomas. It tenderly recalls the holy night of Christ's birth. The three wise men, guided by a radiant star, journeyed to the manger, bearing gifts for the Savior. Above, the heavens glowed with starlight, like blossoms unfolding in the silence of night. The song continues seeking divine mercy and grace to dispel darkness and bring peace. It also yearns for God's love to break every fear and curse and to shine forth in glory across all creation.
Praise the Lord. Respected Achans, choir members, and all those who have gathered here, greetings to you in the matchless name of our Lord and Savior, Jesus Christ. ആദ്യമായി ഈ choir fest 2025 harmony in Bethlehem എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചു. ഇവിടെ ബഹുമാനമുള്ള ദീപുവച്ചൻ
ക്രിസ്മസ് മെസ്സേജാണ് ഇതിൻ്റെ ഒരു മെയിൻ ഭാഗം എന്ന്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ മനോഹരമായ ഗായക സംഘങ്ങളുടെ ഗാനങ്ങൾ കേൾക്കുവാൻ കൂടി ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആയതിനാൽ വളരെ ചുരുക്കമായി നമ്മളുടെ അറിവിലുള്ളതായ ഒരു വേദഭാഗം അത് ഒരു ചെറിയ ഒരു വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. Glory to God in the highest, and on earth peace, goodwill toward men. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയും. Let's pray. മാനവരാശിയുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് വന്നിറങ്ങിയ നല്ല കർത്താവേ, നിന്റെ ജനനത്തെ ഒക്കെയും ലോകമെങ്ങും കൊണ്ടാടുന്ന ഈ നാളുകളിൽ അടിയങ്ങൾക്ക് ഇപ്രകാരം ഈ ഒരു അവസരം കൂടി തന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഈ പരിശുദ്ധാലയത്തിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാനും കരോളായിട്ടായിട്ടൊക്കെ കർത്താവെ ആഘോഷിപ്പാൻ തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. നിന്റെ ജനത്തെയൊക്കെ കർത്താവെ ഞങ്ങൾ പാടി വാഴ്ത്തുന്ന സമയം സ്വർഗീയ സേനകളോടൊപ്പം ഞങ്ങളുടെ സ്വരങ്ങളെ നീ ചേർത്ത് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നതെല്ലാം നിന്റെ ദാനമാണ്. നിന്റെ സന്നദ്ധിയിൽ വിനയാനിതരായി തുടർന്ന് ചെയ്യുവാൻ നിനക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടമൊരുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യയുടെ നേരത്തെ സാധ്യമുള്ള വച്ചാൽ സകലവും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. This is of course a blessed evening. ഇവിടെ നമ്മൾ കേൾക്കുന്നതായ സ്വർഗീയ നാദങ്ങൾ ഓരോ ഗായക സംഘങ്ങളും ഇവിടെ വന്ന് ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ഒരു കാര്യം എല്ലാ ഗായക സംഘങ്ങളും ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു സ്വർഗീയ ശുശ്രൂഷയാണ്. ഒരിക്കലും പെർഫോമൻസ് ആയി മാറരുത്, മറിച്ച് every song we sing, it should be a worship. കാരണം the first Christmas, ആ ക്രിസ്മസിന്റെ സെർമൺ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ പ്രസംഗമായിട്ടാണ്, മറിച്ച് ഒരു ഗാനമായിട്ടാണ്. മാലാഖമാർ പാടിയ ഗാനം, അതാണ് നമ്മളിവിടെ കുറിവാക്യമായിട്ട് വായിച്ചത്. Glory to God in the highest, and on earth peace. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു പിറന്നപ്പോൾ it was not a perfect world. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കല്ല അവൻ വന്ന് പിറക്കുന്നത്. അന്നത്തെ യഹൂദ പശ്ചാത്തലമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു തകർന്ന സമൂഹത്തിന്റെ നടുവിലേക്കാണ് അവൻ ഭൂജാതനം ചെയ്തത്. Even though it was a silent night, it was not a calm one. ആ ഇരുട്ടിലേക്കാണ് ഒരു സംഗീത ധാര ഒഴുകിയിറങ്ങുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതെ, മാനവരാശിയുടെ പ്രത്യാശ വന്നതിന്റെ പേരാണ് ക്രിസ്തുമസ് എന്നത്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. God is with us. ഈ ക്വയറ്റ് ഫെസ്റ്റിവൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള 1-2 കാരോൾ ഗാനങ്ങളുടെ ഉത്ഭവത്തെ പറ്റി ഒക്കെ നമുക്കൊന്ന് അല്പസമയം ചിന്തിക്കാം. അത് പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1818
1818 ഓസ്ട്രിയയിലെ ഒരു ചെറിയ ഒരു വില്ലേജ്. അവിടുത്തെ ഒരു ചെറിയ ചർച്ചിലെ ഒരു പ്രീസ്റ്റ് ആയിരുന്നു ജോസഫ് മോർ. ക്രിസ്മസിന്റെ തലേ രാത്രിയിൽ ജോസഫ് മോർ എന്ന് പറയുന്ന അച്ഛൻ വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെട്ടത്. കാരണം എന്താ? അവരുടെ ചർച്ചിലെ ചർച്ച് ഓർഗൻ ബ്രോക്കായി. മ്യൂസിക് ഇല്ലാതെ എങ്ങനെ ഒരു ക്രിസ്മസ് കരോൾ കൊണ്ടാടും? വലിയ വേദനയിൽ ആ അച്ഛൻ തന്റെ ബ്രസ്റ്റ് സമയത്ത് താൻ പണ്ടെന്നോ എഴുതിയതായ ഒരു പോയം അതും എടുത്തുകൊണ്ട് ആ പള്ളിയിലെ ഓർഗനിസ്റ്റായ ഫ്രാൻസ് ഗ്രൂബറിന്റെ അടുക്കിലേക്ക് ഈ അച്ഛൻ പോവുകയാണ്. എന്നിട്ട് ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യം, ഒരു ഗിറ്റാറിന്റെ സഹായത്തോടു കൂടെ പാടാൻ പറ്റുന്ന ഒരു കരോൾ ഗാനം നമുക്ക് ഈ രാത്രി ഉണ്ടാക്കാം. അങ്ങനെ പിറവിയെടുത്ത ഗാനമാണ് ഏത്? സൈലന്റ് നൈറ്റ്. ഈ ഗാനം എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ കരോൾ ഗാനസന്ധ്യയിലും നമ്മൾ കേൾക്കുന്നു. സൈലന്റ് നൈറ്റ് ഇല്ലാതെ ഒരു കരോൾ നൈറ്റ് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഗാനത്തിന് അത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രം പറയുന്നത് ഉണ്ട് എന്നാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഇതുപോലെ ഉള്ള ഒരു ഡിസംബർ മാസം ക്രിസ്മസിന്റെ സമയത്ത് യുദ്ധമാണ്. ഒരു വശത്ത് ജർമ്മൻ പട്ടാളം, ഒരു വശത്ത് ബ്രിട്ടനിലെ പട്ടാളം. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള പട്ടാളക്കാർ. എന്നാൽ ആ ക്രിസ്മസ് തലമുള്ള രാത്രിയിൽ ഇരുവരുടെയും ട്രെഞ്ചുകളിൽ എല്ലാ പട്ടാളക്കാരും നിശബ്ദരായിരിക്കുന്ന സമയത്ത് ജർമ്മൻ ട്രെഞ്ചിലെ ഒരു പട്ടാളക്കാരൻ ഓർക്കുകയാണ്, ഇന്ന് ക്രിസ്മസ് ആണല്ലോ. അദ്ദേഹം അവിടെ നിന്ന് സൈലന്റ് നൈറ്റ് പാടി. ഈ പാട്ട് കേട്ടപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള സോൾജേഴ്സും അത് ചേർന്ന് പാടി. ജർമ്മൻ ട്രെഞ്ചിൽ നിന്ന് ഈ ഗാനം കേട്ടപ്പോൾ ബ്രിട്ടനിലെ പട്ടാളക്കാർ അവരവരുടെ ഗണ്ണുകളൊക്കെ മാറ്റിവെച്ചു. പതിയെ ഈ ജർമ്മൻ പട്ടാളക്കാരുടെ അടുക്കിലേക്ക് വരികയാണ്. ആ രാത്രിയിൽ ലോകം കണ്ടത് തൊട്ടു മുൻപ് ശത്രുക്കളായി കൊല്ലുവാനായി പരസ്പരം തോക്ക് ചൂണ്ടി കാഞ്ചി വലിച്ചുകൊണ്ടിരുന്ന സോൾജേഴ്സ് ഒരുമിച്ച് ഈ ഗാനം പാടി ക്രിസ്മസ് ആഘോഷിക്കുന്നു. A song which was born from a crisis was mending some hearts there. The most beautiful worship, it was risen from a broken pieces. ബേത്ലഹേമിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്ന് ബേത്ലഹേമിൽ there was no room. The manger was so cruel. The situation was very messy. ആ അപ്രകാരമുള്ള അവസ്ഥയിലും താണിറങ്ങി വന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഫിലിപ്പ് ബ്രൂക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. അദ്ദേഹം ഒരിക്കൽ ബേത്ലഹേമിലേക്ക് പോയി. ബേത്ലഹേമിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ എക്സ്പെക്ടേഷൻസ്. കാരണം കർത്താവ് ജനിച്ച ഇടം, അവിടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെ കരുതി അദ്ദേഹം അവിടെ ചെന്നു. എന്നാൽ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹം അവിടെ കണ്ടത്. ബിക്കോസ് ഇറ്റ് വാസ് വെരി സൈലന്റ്.
വലിയ റോയൽ ബാനേഴ്സ് ഒക്കെ പ്രതീക്ഷിച്ചു ചെന്നു. ബട്ട് ദർ വാസ് നൺ. ഒന്നും താൻ എക്സ്പെക്ട് ചെയ്തതൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെ ഡിസപ്പോയിന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു റെവലേഷൻ ഉണ്ടായി. അപ്രകാരം ആ റെവലേഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതായിട്ടുള്ള പ്രശസ്തമായ ഒരു ക്രിസ്മസ് കാരൽ ഗാനമാണ് ഓ ലിറ്റിൽ ടൗൺ ഓഫ് ബേത്ത്ലേഹം എന്നുള്ളത്. When the alarm was loud, God whispered. When the darkness was overwhelming there, the light came gently. ഐസക് വാട്ട്സ് എന്ന് പറയുന്ന ഒരു ആളിനെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം എഴുതിയതായിട്ടുള്ള ഗാനം, അതിന്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ജോയ് ടു ദ വേൾഡ്. അറിയാമല്ലേ? ഈ ജോയ് ടു ദ വേൾഡ് ദ ലോർഡ് ഹാസ് കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കരോഗാനമല്ല. അദ്ദേഹം 98-ാം സങ്കീർത്തനത്തിന്റെ ഒരു പാരാഫ്രേസ് ആയിട്ട് ചെയ്ത ഒരു ഗാനമാണ്. എന്നാൽ ആ സങ്കീർത്തനത്തിൽ പറയുന്നത് റെയിൻ ഓഫ് ഗോഡ് എന്നുള്ളതിനെയാണ്. എന്നാൽ മശിഹ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ചർച്ച് മനസ്സിലാക്കി the king is here and the creation can see again. അങ്ങനെ joy to the world, the Lord has come എന്നുള്ള പാട്ടും നമ്മുടെ കരോൾ ഗാന ശേഖരത്തിലേക്ക് കടന്നു വരികയാണ്. ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് it is not a birth or a story of a helpless baby, but it is a coronation of a king. അതുകൊണ്ടാണ് ഈ ലോകത്തിന് ജോയ് എന്ന് നമ്മൾ ആർക്കുന്നത്. ഈ കോയർ ഫെസ്റ്റിന്റെ തീം നമ്മൾ എടുത്തിരിക്കുന്നത് ഹാർമണി ഇൻ ബേത്ത്ലഹേം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഹാർമണി ആഹ്വാനം ചെയ്യപ്പെടുന്നിടം എല്ലാം ഒരു പ്രവാചക ദൗത്യം ഒളിഞ്ഞിരിക്കുന്ന ഒരിടങ്ങൾ കൂടിയാണ്. ആദ്യ ക്രിസ്മസ് രാത്രിയിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും ഓരോ ധ്രുവങ്ങളിൽ നിൽക്കുന്നത് പോലെ നമുക്ക് മനസ്സിൽ തോന്നും. ഒരു കന്യകയെ നമ്മൾ കാണുകയാണ്. വിവാഹത്തിന് മുൻപേ ഗർഭം ധരിച്ചതായ ഒരു കന്യക, വളരെയധികം ചിന്തകൾ ആകുലതകൾ തീർന്നതായ ഒരു മറിയെ നമ്മളവിടെ കാണുന്നു. ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാർപ്പൻ്ററായി ജോസഫിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അങ്ങ് പാളയത്തിന് പുറത്ത് ആടുകളെ കാവൽ കാത്തു കിടന്നിരുന്നതായ ഷെപ്പേർഡ്സ് who were neglected at that time. അതുപോലെ ദൂരദേശത്ത് നിന്ന് കടന്നു വന്നതായ വൈസ്മെൻ, ബേത്ലഹേം എന്ന് പറയുന്നതായ ഒരു ചെറിയ പട്ടണം, ഒരു ഹംബിൾ മേജർ, ഇതെല്ലാം ആ കഥകളിൽ അങ്ങും ഇങ്ങും കിടക്കുന്ന ഓരോന്നിനെയും സമന്വയിപ്പിക്കുന്ന ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതി ഒന്ന് മാത്രമാണ്. പലതും നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രോക്കൺ ഓർ ഇറ്റ് ഈസ് എ പീസ്. എന്നാൽ ദൈവകരങ്ങളിലേക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശം ലഭിച്ചപ്പോൾ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ മേജറിൽ നമ്മളൊരു വലിയ ഹാർമണി കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്രോക്കൺനെസ് പലയിടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ, ഫാമിലിയിൽ, പേരന്റ് ചൈൽഡ് റിലേഷനിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ, നമ്മുടെ ജോലിയുടെ മേഖലകളിൽ, വ്യക്തിപരമായിട്ടുള്ള വിശ്വാസ വളർച്ചയിൽ എല്ലാം ഈ ഒരു ബ്രോക്കൺനെസ് ഉണ്ടെങ്കിൽ ദൈവ കരങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഇടം
നമ്മുടെ ആ ജീവന ഇടങ്ങളിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ആ ബ്രോക്കൺനെസ്സിനെ ഒക്കെ മെൻഡ് ചെയ്യുന്ന ഒരുവനായി ക്രിസ്തുവിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ക്വയർ ഫെസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ let Christ be the song in our lives. Not just in this Christmas, but in our fears, in our decisions, in our disappointments, in our valleys, and in our victories. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ഹിതം അനുസരിച്ച് മാത്രം ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിനക്കായി ഇടം ഒരുക്കുവാൻ ഞങ്ങളെ നീ തയ്യാറാക്കണമേ. ഞങ്ങളുടെ ജീവനയിടങ്ങളിലെല്ലാം ഒരു സമന്വയം കണ്ടെത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുവാനാകട്ടെ. താങ്ക് യു. Now we will be singing What Child Is This in Ave Maria. Ave Maria, with lyrics by William C. Dix and music as arranged by the BYU Noteworthy Band, offers a fresh and moving reflection on Mary's humble yes to God's call. Through its gentle harmonies and expressive style, the song draws us into the mystery of faith, obedience, and grace. As we listen, may we be invited to share in Mary's quiet trust and reverence.
reminding us that the Christmas is about the heavenly and earthly coming together for humanity, so that we may share in God's mission and God may dwell within our daily life. As we go out into the realities of the world, continue to remind us that Christmas is a new journey to God, taken in Christ with us, our Emmanuel. Remind us also that Christmas calls us to explore afresh how Jesus of Nazareth Grant us resilience in our faith and a deep sense of the meaning of Christmas, even in times of crisis. Remind us that it is in the midst of changing contexts and particular experiences in our neighborhoods that we can embody God's presence, extending our hands in compassion to love and care unconditionally, just as Christ loves us. Amen. Shall we receive the benediction? May the love of God the Father, who was willing to send His Son for our salvation, the grace of the Son, the Word made flesh, and the abiding fellowship of the Holy Spirit, our constant companion in the faith journey, be with us this Christmas season and throughout the new year, now and always. The Lord be with you. Let us depart in peace.